ബലി അർപ്പിക്കുന്ന സമയത്ത് ദൈവമേ, എനിക്ക് ഇന്ന് ഞാൻ ബലി അർപ്പിക്കുമ്പോൾ ഈ ബലിപീഠത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് കുറച്ചെങ്കിലും എനിക്കിന്ന് മനസ്സിലാക്കി തരണം. ബുദ്ധിയിലല്ല, ഹൃദയത്തിൽ. ഹൃദയത്തിൽ ഇതങ്ങോട്ട് പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കുർബാന എടുത്ത് ഇങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ ആനന്ദം വരും. കാരണം എൻ്റെ ദൈവം, ആ ദൈവം എൻ്റെ ഉള്ളിൽ. ഇത് എത്ര ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ തലയിലേക്ക് കയറും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നാൽ നിങ്ങൾക്കിത് ചങ്കിൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ കുർബാന സ്വീകരിച്ചിട്ട് അലറിക്കരയും. ജോൺ മരിയമേനെ പറഞ്ഞു, ഒരച്ഛൻ ആ അച്ഛൻ ചൊല്ലുന്ന കുർബാനയുടെയും ആ അച്ഛൻ സ്വീകരിച്ച പൗരോഹിത്യത്തിൻ്റെയും വില അറിഞ്ഞാൽ ഹൃദയം പൊട്ടി ചത്തു. അതുകൊണ്ടാണ് ദൈവം പലതും ഇത്തിരി ഇത്തിരിയൊക്കെ മനസ്സിലാക്കി തരും. ശരിക്കും അറിഞ്ഞാൽ നമ്മൾ അപ്പം തീരും. അപ്പം അതുകൊണ്ട് ഒന്ന് ആഗ്രഹിക്കുക, ഉള്ളുകൊണ്ട് കർത്താവേ എനിക്കിത് മനസ്സിലാക്കി തരണേ, എനിക്ക് ജ്ഞാനം തരണേ കർത്താവേ, വെളിപാടിൻ്റെ ആത്മാവിനെ തരണേ കർത്താവേ. അതൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നടന്നു പോകുമ്പോൾ നിങ്ങൾ അസാധാരണമായ ധൈര്യത്തോടെ നടന്നു പോകും. നിങ്ങളുടെ ഭയം പോയെന്ന്. കാരണം എൻ്റെ ദൈവമല്ലേ, എൻ്റെ ദൈവം. നമ്മളിതൊന്നും വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസം എന്താണ്? 40 ദിവസം ഈ പ്രാർത്ഥന ഈ പേപ്പറിനകത്ത് എഴുതി ചുരുട്ടി വെച്ചാൽ വല്ലതും നടക്കും. ഇതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ എവിടെ കിടക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ താഴെ അംഗൻവാടി പോലും ആയിട്ടില്ല. ഈ ബലിപീഠത്തിൽ സംഭവിക്കുന്നത് വിശ്വാസം ഇല്ലാത്ത നമ്മൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് 50 ദിവസം ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഈ കൊച്ചിൻ്റെ ആ ബന്ധനം മാറും. ഈ ബലിപീഠത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല.